ഗ്യാൻവാപ്പി മസ്ജിദിൽ പൂജ നടത്താൻ കോടതി ഇതിനോടകം തന്നെ അനുമതി നൽകി കഴിഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് തീർത്തും വിചിത്രമായ ഇത്തരമൊരു വിധി കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്? എന്താണ് സത്യത്തിൽ ഗ്യാൻവാപ്പി മസ്ജിദുമായിട്ടുള്ള പ്രശ്നങ്ങൾ? വിശദമായ നിലയിൽ തന്നെ നമുക്ക് പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ് ഓഫ് ലുഹിയ. ഗ്യാൻവാപ്പി മസ്ജിദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചിറങ്ങുമ്പോൾ പതിറ്റാണ്ടുകൾക്കുമപ്പുറം നൂറ്റാണ്ടുകൾക്ക് പുറകെ നിന്ന് തന്നെ നമ്മൾ പറഞ്ഞു തുടങ്ങേണ്ടതുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഇവിടെയും ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട കേസുകളെ പോലെ തന്നെ പതിറ്റാണ്ടുകളോളം നീണ്ടു നിന്ന വ്യത്യസ്ത തരത്തിലുള്ള കേസുകളെക്കുറിച്ച് മറ്റൊക്കെ നമ്മൾ വിശദമായിട്ട് പറയേണ്ടതുണ്ട്, സംസാരിക്കേണ്ടതുണ്ട്. നിഷ്പക്ഷമായ നിലയിൽ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടുള്ള ചരിത്രങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കൃത്യമായ നിലയിൽ തന്നെ പരിശോധിക്കാം. ഉത്തർപ്രദേശിലെ വാരണസിയിലാണ് നമുക്ക് ഗ്യാൻവാപ്പി എന്ന് പറയുന്ന മസ്ജിദ് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ചരിത്രത്തെ അന്വേഷിച്ചിറങ്ങുമ്പോൾ തന്നെ ചരിത്രത്തിൽ പോലും വ്യത്യസ്ത തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ചരിത്രകാരന്മാർക്കിടയിലുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് ആദ്യം തന്നെ നമുക്ക് നോട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു വിഭാഗം ആളുകൾ പറയുന്നത് 1669 ഔറംഗസീബ് എന്ന് പറയുന്ന മുഗൾ ചക്രവർത്തിയാണ് ഇവിടെ ഇത്തരത്തിലുള്ളൊരു മസ്ജിദ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന നിലയിലാണ്. എന്നാൽ മറ്റൊരു വിഭാഗത്തിന് പറയാനുള്ളത് അങ്ങനെയല്ല കാര്യങ്ങൾ. അതിനു മുമ്പ് മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ ഇത്തരത്തിലുള്ളൊരു മസ്ജിദ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന കാര്യമാണ്. അതിൽ തന്നെ അദ്ദേഹം ഒരു പ്രത്യേക മതമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ദിൻ ഇലാഹി എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ പ്രചരണാർത്ഥം മറ്റൊക്കെ ആയിട്ടായിരുന്നു ഇത്തരം ഒരു മസ്ജിദ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ള തരത്തിലുള്ള അഭിപ്രായങ്ങളുമുണ്ട്. എന്നാൽ പിന്നീട് ഔറംഗസീബ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ ഒരു പള്ളി പുതുക്കി പണിയുകയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് ഈ ഒരു വിഭാഗം ആളുകളുടെ അഭിപ്രായം. എന്നാൽ ഇതൊന്നുമല്ലാണ്ട് മറ്റൊരു വിഭാഗം ആളുകൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാന്റെ കാലഘട്ടത്തിലാണ് ഇത്തരം ഒരു നിർമ്മിതി ഇവിടെ ഉണ്ടാകുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ഇവിടെ മതപ്രബോധനങ്ങൾക്ക് വേണ്ടിയിട്ട്, മതപഠനങ്ങൾക്ക് വേണ്ടിയിട്ട് മദ്രസകളുടെ സംവിധാനങ്ങളൊക്കെ തന്നെ നിലവിലുണ്ടായിരുന്നു എന്ന നിലയിലൊക്കെയാണ്. എന്തൊക്കെ തന്നെയായാലും ഈ കാര്യങ്ങളെല്ലാം കേട്ടതിൽ നിന്ന്, മനസ്സിലാക്കിയതിൽ നിന്ന് മുഗൾ കാലഘട്ടത്തിലാണ് ഇത്തരം ഒരു മസ്ജിദ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് എന്നൊരു കൺക്ലൂഷനിലേക്ക് ഏതായാലും നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഇനി നമ്മളിവിടെ നോക്കുമ്പോൾ അന്ന് മുതൽ ഇന്നേ വരെയുള്ള നൂറ്റാണ്ടുകൾ ദൈർഘ്യമുള്ള ഈ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ഇസ്ലാം മത വിശ്വാസികൾ ഗ്യാൻവാപ്പി മസ്ജിദിൽ വ്യത്യസ്ത തരത്തിലുള്ള ആരാധനകൾ മറ്റൊക്കെ ഇന്നേ വരെ നടത്തി വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കാശി എന്ന് പറയുന്ന, വാരണസി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിന്ദുമത വിശ്വാസികൾ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ നോക്കിക്കാണുന്ന, ഇന്ത്യയുടെ ഒരു ആത്മീയ തലസ്ഥാനം എന്ന നിലയിൽ പോലും പലരും വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരുപാടധികം വ്യത്യസ്ത തരത്തിലുള്ള ക്ഷേത്രങ്ങളും മറ്റൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിലേക്ക് തന്നെ കൂടുതലായിട്ട് നോക്കുമ്പോൾ, ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാശിയിലെ പ്രശസ്തമായിട്ടുള്ള കാശി വിശ്വനാഥ ക്ഷേത്രം പോലും നിർമ്മിതമായിട്ടുള്ളത് ഗ്യാൻവാപ്പി മസ്ജിദ് നിർമ്മിതമായി 100ഓളം വർഷങ്ങൾക്ക് ശേഷം 1780 എന്ന് പറയുന്നൊരു കാര്യമാണ്. അതും ഇൻഡോർ രാജ്ഞിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് എന്നൊക്കെയാണ് നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമാണ് കാശിയിൽ വ്യത്യസ്ത തരത്തിലുള്ള അമ്പലങ്ങളും മറ്റുമൊക്കെ കൂടുതലായിട്ട്, അനവധി ക്ഷേത്രങ്ങളും മറ്റൊക്കെ കൂടുതലായിട്ട് നിർമ്മിതമായിട്ടുള്ള എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെ തന്നെയായാലും ഗ്യാൻവാപ്പി മസ്ജിദുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങളൊക്കെ ആരംഭിക്കുന്നത്, അവകാശവാദങ്ങൾ തുടങ്ങുന്നത്, കോടതിയിലേക്ക് ഒരു വിഷയമെത്തുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് 1936 ആദ്യമായിട്ട് ഇത്തരം ഒരു വിഷയം കോടതിയിലെത്തുന്നത്. അതും ഈ ഒരു ഗ്യാൻവാപ്പി മസ്ജിദ് നിലകൊള്ളുന്ന സ്ഥലത്ത് മുമ്പൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു. അത് ഇടിച്ച് തകർത്തിട്ടാണ് മസ്ജിദ് നിർമ്മിച്ചിട്ടുള്ളത്. അതിനാൽ മസ്ജിദ് പൂർണ്ണമായിട്ടും പൊളിച്ചു കളയണം, അവിടെ അമ്പലം നിർമ്മിക്കാൻ വേണ്ടി ആ സ്ഥലം തിരിച്ചു വേണം എന്നുള്ള അവകാശവാദങ്ങളൊക്കെ തന്നെയാണ് കോടതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ കോടതി പൂർണ്ണമായിട്ടും ഈ ഒരു കാര്യത്തിൽ തള്ളിക്കളയുന്നുണ്ട്. ഈ ഒരു പ്രദേശം, ഈ ഒരു മസ്ജിദ് പൂർണ്ണമായിട്ടും മുസ്ലിങ്ങൾക്ക് വിട്ടു നൽകുന്നുണ്ട്. അതിനെതിരെ പിന്നീട് ഹൈക്കോടതിയിൽ അപ്പീൽ പോകുമ്പോഴും ഇത്തരത്തിലുള്ള കീഴ്ക്കോടതിയുടെ വിധിയെ മേൽക്കോടതി അംഗീകരിക്കുക തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതിന് ശരിവെക്കുക തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ വർഷങ്ങളോളം വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങളും മറ്റൊക്കെ ഈ ഒരു മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്നുണ്ട്, നടന്നു വരുന്നുണ്ട്. 1991 നമ്മൾ നോക്കുമ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് വിക്രമാദിത്യൻ നിർമ്മിച്ചിരുന്നൊരു ക്ഷേത്രം ഈ ഒരു പ്രദേശത്തുണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ടും ഇടിച്ച് തകർത്തിട്ട് അതിന് മുകളിലാണ് ഇത്തരത്തിലുള്ളൊരു മസ്ജിദ് നിർമ്മിതമായിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യമെല്ലാം കിട്ടിയതിനു ശേഷം സ്വാതന്ത്ര്യാനന്തരം ഈ ഒരു വിഷയം വീണ്ടും കോടതിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. എന്നാൽ 1991 ലോക്സഭയിൽ പാസ്സായിട്ടുണ്ടായിരുന്ന പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് പ്രകാരം പൂർണ്ണമായിട്ടും ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളെല്ലാം തന്നെ കോടതി തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണ് ഈ ഒരു പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മളേവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ആക്ട് കൂടിയാണ് ഈ ഒരു പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്ന് പറയുന്നത്. അത് സിമ്പിൾ
സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന അവസരത്തിൽ പള്ളികളായിരുന്ന സ്ഥലങ്ങൾ അതുപോലെ തുടരും, ക്ഷേത്രങ്ങളായിരുന്ന സ്ഥലങ്ങൾ അതുപോലെ തുടരും, ക്രിസ്ത്യൻ ചർച്ചുകളായിരുന്ന സ്ഥലങ്ങൾ അതുപോലെ തുടരും. ആരാധനാലയങ്ങൾ അന്ന് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അത് അതുപോലെ തന്നെ പിൽക്കാലത്തേക്ക് തുടരുമെന്ന നിലയിലാണ് ഈ ഒരു ആക്ട് വരുന്നത്. ഇതിനടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഗ്യാൻ വാപ്പി മസ്ജിദുമായി ബന്ധപ്പെട്ട ഹിന്ദു സംഘടനകളുടെ അവകാശവാദങ്ങൾ പൂർണ്ണമായിട്ടും കോടതി തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെയും നമ്മൾ ഈ ഒരു ആക്റ്റുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എന്തുകൊണ്ടും വളരെയധികം സ്വാഗതാർഹമായിട്ടുള്ള, എന്തുകൊണ്ടും അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടേണ്ട നിലയിലുള്ള ഒരു ആക്ട് തന്നെയാണത്. കാരണം നമ്മുടെ ഭൂമിക്ക് ഒരുപാട് കോടിക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്, മനുഷ്യരാശിക്കും ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഈ കാലയളവിലൊക്കെ തന്നെ മനുഷ്യർ വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം നിർമ്മിതികൾ നമ്മുടെ ഈ ഒരു ഭൂമിയിൽ നിർമ്മിച്ചിട്ടുണ്ട്. കാലാകാലങ്ങളായിട്ട് അതൊക്കെ തന്നെ മണ്ണടിഞ്ഞ് മണ്ണിനടിയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരുപാടധികം വർഷങ്ങൾക്ക് ശേഷം ഭൂമി പൂർണ്ണമായിട്ടും കുഴിച്ചു നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ, പഴയകാല നിർമ്മിതികൾ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിനിപ്പോൾ ക്ഷേത്രത്തിൻ്റെയോ പള്ളിയുടെയോ അടിയിലും എന്നതിനും അപ്പുറത്തേക്ക് നമ്മളൊക്കെ താമസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വീടിൻ്റെ താഴ്ഭാഗത്തേക്ക് ഒരുപാട് കുഴിച്ചു പോയി കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഒരുപക്ഷെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ആളുകളൊക്കെ തന്നെ കുഴിച്ചു പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാട്ടിൽ വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും, ക്രമസമാധാനം പൂർണ്ണമായിട്ടും തകരാറിലാകും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആക്ട് ലോക്സഭയിൽ പാസ്സായിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയായാലും പിന്നെയും ഗ്യാൻ വാപ്പിയുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് 2019 ബാബരി മസ്ജിദ് കേസിലെ അഭിഭാഷകനായിരുന്ന വിജയ് ശങ്കറാണ് ഗ്യാൻ വാപ്പി മസ്ജിദുമായി ബന്ധപ്പെട്ട കേസുകളും മറ്റുമൊക്കെ കോടതിയിലേക്ക് വീണ്ടും എത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള വാദം എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞതുപോലെ തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു സർവേ കൂടെ നടത്തണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. മുമ്പ് അവിടെ എന്തായിരുന്നു ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇത്തരമൊരു കാര്യം അദ്ദേഹം കൂട്ടിച്ചേർത്തുന്നത്. എന്തൊക്കെ തന്നെയായാലും ഈ ഒരു കേസിന് 2019 ഏപ്രിൽ മാസത്തിൽ തന്നെ കോടതി അവിടെ സർവേ നടത്താനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അലഹബാദ് ഹൈക്കോർട്ട് പൂർണ്ണമായിട്ടും ഈ ഒരു സർവേ നടത്താനുള്ള തീരുമാനത്തെ തടയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് വാരണാസിയിൽ തന്നെ സ്ഥിര താമസമാക്കിയിട്ടുള്ള ഡൽഹി സ്വദേശികളായിട്ടുള്ള ലക്ഷ്മി ദേവി, സീത സാഹു, രാഗി സിംഗ്, മഞ്ജു വ്യാസ്, രേഖ പഥക് എന്നീ 5 സ്ത്രീകൾ ഈ ഒരു മസ്ജിദിൻ്റെ ഭാഗങ്ങളിലായിട്ടുള്ള ദൃശ്യമായിട്ടുള്ളതും ദൃശ്യമല്ലാത്തതുമായിട്ടുള്ള വിഗ്രഹങ്ങളുടെ മുൻപിലും മറ്റൊക്കെ ആയിട്ട് പൂജകൾ നടത്തണമെന്നൊരു അവകാശവാദവുമായിട്ട് കോടതിയെ സമീപിക്കുന്നുണ്ട്. അവിടെയും ഇത്തരം ഒരു സർവേ നടത്തുന്നതിന് വേണ്ടി ഒരു അഭിഭാഷക കമ്മീഷനെ തന്നെ കോടതി രൂപീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ അഭിഭാഷക കമ്മീഷൻ്റെ നേതൃത്വത്തിൽ ഗ്യാൻ വാപ്പി മസ്ജിദിൻ്റെ പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് വിവിധ ഭാഗങ്ങളിലായിട്ട് സർവേകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വീഡിയോ ഫൂട്ടേജുകളൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ ലീക്ക് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു അവസരത്തിൽ ഗ്യാൻ വാപ്പി മസ്ജിദിൻ്റെ ഉൾഭാഗത്തായിട്ട് അംഗശുദ്ധി മറ്റൊക്കെ വരുത്തുന്ന ഭാഗത്തായിട്ട് ശിവലിംഗം കണ്ടെത്തിയെന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ വലിയ തോതിൽ തന്നെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ തീർച്ചയായിട്ടും നിങ്ങളത് കണ്ടിട്ടുണ്ടാകും. അപ്പോൾ വലിയ തോതിൽ തന്നെ വാർത്താ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വിഷയമായിട്ട് ഇത് മാറിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ കമ്മിറ്റിയിലുള്ള ആളുകൾ വിശദീകരിക്കുന്നത് അതൊരു വാട്ടർ ഫൗണ്ടൈൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നിർമ്മിതിയാണ്. ഒരിക്കലും അത് കല്ലിൽ കൊത്തിയെടുത്തിട്ടുള്ളതല്ല, ശിവലിംഗമല്ല, മറിച്ച് അതൊരു കോൺക്രീറ്റ് സ്ട്രക്ചറാണ്, അല്ലെങ്കിൽ സിമെൻറ്റ് മറ്റൊക്കെ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ളതാണ് എന്ന നിലയിലാണ്. എന്തൊക്കെ തന്നെയായാലും ഇത്തരത്തിലുള്ള ഒരു വാർത്ത വലിയ തോതിൽ തന്നെ പ്രചരിച്ചതിനും മറ്റൊക്കെ അടിസ്ഥാനത്തിൽ ഇനി അതൊരു പ്രശ്നമാകണ്ട എന്ന് വിചാരിച്ചിട്ട് 2022 ഗ്യാൻ വാപ്പി മസ്ജിദിൻ്റെ ഈ ഒരു പ്രദേശത്തെ, പ്രത്യേകിച്ച് ഈ ഒരു അംഗശുദ്ധിയൊക്കെ വരുത്തുന്ന ഈ ഒരു ഭാഗത്തെ പൂർണ്ണമായിട്ടും കോടതി തന്നെ സീൽ ചെയ്യുകയാണ്. ആരും അങ്ങോട്ടേക്ക് പ്രവേശിക്കേണ്ട നിലയിൽ പൂർണ്ണമായിട്ടും അടച്ചുപൂട്ടുകയാണ്. എന്തൊക്കെ തന്നെയായാലും പിന്നീട് 2023 ഗ്യാൻ വാപ്പി മസ്ജിദിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സർവേകൾ നടത്താനുള്ള അനുമതി കോടതി നൽകുന്നുണ്ട്. അതിനടിസ്ഥാനത്തിലുള്ള പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ട് ഡിസംബർ 18 കഴിഞ്ഞ വർഷം ഡിസംബർ 18 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കോടതിക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ ഒരു സർവേയുടെ പതിപ്പുകൾ ഇരു വിഭാഗങ്ങൾക്കും, മുസ്ലിം വിഭാഗങ്ങൾക്കും ഹിന്ദു വിഭാഗങ്ങൾക്കും ഒരുപോലെ തന്നെ കോടതി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നുള്ള വിവരങ്ങൾ ഹിന്ദു അഭിഭാഷകൻ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നത് ഈ ഒരു പള്ളിയുടെ താഴ്ഭാഗത്തായിട്ട് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു, ഔറംഗസീബാണ് അത് തകർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പള്ളിയുടെ പടിഞ്ഞാറേ ചുമര് ക്ഷേത്രത്തിൻ്റെ ഒരു ചുമരാണ്. അതുപോലെ ഭൂമിക്ക് താഴ്ഭാഗത്തായിട്ട് ഹിന്ദു ദേവതകളുടെ വിഗ്രഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. എന്തൊക്കെ തന്നെയായാലും ഇതിനും അപ്പുറത്തേക്ക് ഇന്നിപ്പോൾ ഈ ഒരു മസ്ജിദിൽ പൂജകൾ നടത്താൻ ആവശ്യമായിട്ടുള്ള അനുമതികളൊക്കെ നൽകിയിട്ടുള്ള കോടതി വിധിക്ക് കാരണമായിട്ടുള്ളത് 2023 സെപ്റ്റംബർ 25 ശൈലേന്ദ്രകുമാർ പഥക് വ്യാസ് എന്ന് പറയുന്ന വ്യക്തി നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. 1993 മുമ്പുള്ളതുപോലെ ഈ ഒരു പള്ളിയുടെ പ്രദേശത്തായിട്ട് ഭാഗങ്ങളിലായിട്ട് ആരാധനകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള അനുമതി നൽകണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്.
അതിനടിസ്ഥാനത്തിലാണ് നിലവിലിപ്പോൾ ഗ്യാൻ വാപ്പി മസ്ജിദിൻ്റെ അടഞ്ഞുകിടക്കുന്ന ദക്ഷിണ ഭാഗത്തുള്ള നിലവറകൾക്കുള്ളിലായിട്ട് പൂജകൾ നടത്താൻ ആവശ്യമായിട്ടുള്ള അനുമതി കോടതി നൽകിയിട്ടുള്ളത്. മാത്രമല്ല ഈ ഒരു ഗ്യാൻ വാപ്പി മസ്ജിദിൻ്റെ ബേസ്മെൻറ്റിൻ്റെ ഭാഗങ്ങളിലൊക്കെ ആയിട്ടാണ് ഈ ഒരു പൂജകൾ നടത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. അത്തരത്തിലുള്ള അനുമതികളാണ് ലഭ്യമായിട്ടുള്ളത്. എന്തൊക്കെ തന്നെയായാലും ഗ്യാൻ വാപ്പി മസ്ജിദുമായി ബന്ധപ്പെട്ട വിശദമായ നിലയിലുള്ള ചരിത്രവും അവിടെ നടന്നിട്ടുള്ള പ്രശ്നങ്ങളും നിയമ പോരാട്ടങ്ങളും അതിൽ വന്നിട്ടുള്ള വിധികളും ഏറ്റവും അവസാനം നടന്നിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഏറെക്കുറെ ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചോണെന്ന് വിചാരിക്കുന്നു. ഇനി ഏതായാലും നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാം. വീഡിയോ ഒന്ന് അവസാനിപ്പിക്കണമല്ലോ. അപ്പോൾ കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇനി ഇവിടുത്തുകാരിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇന്നും വളരെയധികം സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും മതസൗഹാർദ്ദത്തോടെയും ഒക്കെ തന്നെയാണ് ഹിന്ദു മതവിശ്വാസികളും അതുപോലെ മുസ്ലിം മതവിശ്വാസികളും വാരണാസിയിൽ ഈ പ്രദേശങ്ങളിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കിടയിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള നിലക്കാണ് പല അവരുടെ ഇൻ്റർവ്യൂകളും മറ്റൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പള്ളി കമ്മിറ്റിയും അതുപോലെ തന്നെ അമ്പല കമ്മിറ്റിയൊക്കെ തമ്മിൽ ക്ഷേത്ര കമ്മിറ്റിയൊക്കെ തമ്മിൽ വലിയ തോതിലുള്ള ധാരണയോടുകൂടി തന്നെയാണ് അവർ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2001 പള്ളിയുടെ സ്ഥലം ക്ഷേത്രത്തിന് വിട്ടു നൽകുകയും ക്ഷേത്രത്തിൻ്റെ സ്ഥലം പള്ളിക്ക് വിട്ടു നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തുകാരായിട്ടുള്ള ആളുകൾ കൂടുതലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വാരണാസിയിലുള്ള അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തിലുള്ള ആളുകളല്ല ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് രംഗത്തേക്ക് വരുന്നത്. ഈ പ്രദേശത്തിന് പുറത്തുള്ള ആളുകളാണ് ഇത്തരം പള്ളി പൊളിക്കണം, അവിടെ ക്ഷേത്രം പണിയണം എന്നൊക്കെ പറഞ്ഞ തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള വാദങ്ങളുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. ഇവിടെ വ്യക്തമായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ വലിയ തോതിൽ ഗ്യാൻ വാപ്പിയെയും രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി പലരും ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു 1936 ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തുടക്കം കുറിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഡിവൈഡ് ആൻഡ് റൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം സൃഷ്ടിക്കുക, എന്നിട്ട് അതിലൊരു വിഭാഗത്തോട് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയൊക്കെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള മുതലെടുപ്പ് നടത്തുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെയും കാലാകാലങ്ങളായിട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഇത്തരക്കാരുടെ കുതന്ത്രങ്ങളിലൊന്നും പോയിട്ട് നമ്മൾ ചാടാതിരിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ പള്ളികൾ പൊളിക്കാനും അമ്പലങ്ങൾ പൊളിക്കാനൊക്കെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ അത് ലോകാവസാനം വരെ അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയുള്ളൂ. വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും അവിടെ വലിയ തോതിൽ സംഭവിക്കുകയും ചെയ്യും. അത് കാരണമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുക, നാശനഷ്ടങ്ങൾ ഉണ്ടാവുക, ജീവഹാനി സംഭവിക്കുക ഒക്കെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ഇതിലൊന്നുമില്ലാത്ത പച്ചയായ മനുഷ്യർക്ക് മാത്രമായിരിക്കും. ഇവിടെയും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് പല പ്രമുഖരും വിശദീകരിച്ചതുപോലെ തന്നെ അമ്പലങ്ങൾക്ക് താഴെ ഒരുപക്ഷെ ബുദ്ധക്ഷേത്രങ്ങളും ഇന്ന് കാണുന്ന പല വലിയ പള്ളികൾക്ക് താഴെ ക്ഷേത്രങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. കഴിഞ്ഞ കാലം അങ്ങനെയായിരുന്നു. വ്യത്യസ്ത തരത്തിലുള്ള ഭരണങ്ങൾ, രാജാക്കന്മാരുടെ തേരോട്ടങ്ങൾ, അതിനടിസ്ഥാനത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്പലങ്ങളും പള്ളികളും ഒക്കെ പരസ്പരം സ്ഥലങ്ങൾ, ഭൂമികൾ ഇതുപോലെ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാടധികം കാര്യങ്ങൾ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഭാരതത്തിൽ നടന്നിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും അവരവരുടെ വിശ്വാസങ്ങളും അവരവരുടെ ചിന്തകളും ഐഡിയോളജികളും ഒക്കെ തന്നെയാണ് വലുത്. അതൊരിക്കലും മറ്റൊരാളുടെ നാശത്തിലേക്ക് ഒരു കാരണവശാലും നീങ്ങാതിരിക്കട്ടെ. ലോകത്ത് എക്കാലവും സമാധാനവും സന്തോഷവും നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. ഞാൻ ഈ പറഞ്ഞതിനപ്പുറത്തേക്ക് ഒരുപാടധികം നൂലാമാലകളും ഒരുപാടധികം നിയമ പോരാട്ടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഗ്യാൻ വാപ്പിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലായിട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അവയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയുന്ന കാര്യങ്ങളും താഴെ എഴുതി ചേർക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാടധികം വീഡിയോസുകളുമായി കണ്ടുമുട്ടാൻ പ്രതീക്ഷയോടെ